താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ യാസർ കൊലപാതകം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതായി സൂചന. ഇന്നലെ ഉച്ചയ്ക്കും ഇയാൾ വീട്ടിലെത്തിയിരുന്നതായാണ് വിവരം. ഭാര്യ ഷിബിലയുടെ SSLC സർട്ടിഫിക്കറ്റ് ഇയാൾ കൈമാറി. വൈകുന്നേരം വീണ്ടും വരാമെന്ന് സലാം പറഞ്ഞ് പിരിയുകയാണെന്നും യാസർ ഷിബിലയോട് പറഞ്ഞിരുന്നു. പിന്നീട് ശേഷം വൈകുന്നേരം നോമ്പുതുറ സമയത്ത് എത്തിയപ്പോഴായിരുന്നു കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട ഷിബിലിയുടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബിലിയുടെ പിതാവ് അബ്ദുറഹ്മാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഉമ്മ ഹസീനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവരെ വാർഡിലേക്ക് മാറ്റി. പുതുതായി വാങ്ങിയ കത്തിയുമായാണ് യാസർ വീട്ടിലേക്ക് എത്തിയത്. നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് കണ്ടെടുത്തത് ആൾക്കൂട്ട പെരുമാറ്റം കുറയ്ക്കുന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നു. 6:35 ഭാര്യ വീട്ടിലെത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു. ഭാര്യ ഷിബിലിയെ യാസിർ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. ഇത് തടയാൻ എത്തിയപ്പോഴാണ് ഷിബിലിയുടെ മാതാവും പിതാവും വെട്ടേറ്റത്. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിങ്ങിൽ വെച്ചാണ് അർദ്ധരാത്രിയോടെ പിടികൂടിയത്. യാസിറിനെതിരെ ഷിബിലിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്നും ആരോപണമുണ്ട്. നേരത്തെയും ഷിബിലിയെ യാസിർ മർദ്ദിച്ചിരുന്നു. രാസലഹരിക്ക് അടിമയായ യാസിറിനെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബിലി കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിലേക്ക് കാക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത് എന്ന് അയൽവാസി പറഞ്ഞു. ഷിബില കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷികളും രംഗത്തുണ്ട്. പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായിട്ടാണെന്നും തടയാൻ എത്തിയവർക്ക് നേരെയാണ് കത്തി വീശിയത് എന്നും ഇദ്ദേഹം പറഞ്ഞു. നോമ്പ് തുറക്കുന്നതിനിടെയാണ് ഷിബിലിയും ഉപ്പയും അബ്ദുറഹ്മാനും ആക്രമിക്കപ്പെട്ടത്. ഇവരുടെ നിലവിളി ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത് എന്ന് അയൽവാസിയായ നാസർ പറഞ്ഞു. അതേസമയം ഷിബിലിയെ ആക്രമിക്കുന്ന സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ഷിബിലിയുടെ കൊലപാതകം ആസൂത്രണമായിട്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഷിബിലിയുടെ മൃതദേഹം ഇന്ന് കബറടക്കും. യാസിറിന്റെ ഉപദ്രവം സഹിക്കാതെ ഷിബിലിയും വീട്ടുകാരും കഴിഞ്ഞ ഫെബ്രുവരി 28 താമരശ്ശേരി ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ കാക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത് എന്നാണ് അയൽവാസിയും വാർഡ് അംഗവുമായ ഡെന്നി വർഗീസ് പറയുന്നത്. അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഷിബില ആവശ്യപ്പെട്ടിരുന്നു. അത് കണ്ട് ഭയന്ന് ആ വീട്ടിലുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ യാസിറിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ട് ഷിബിലയുടെ വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ സമീപിക്കുകയായിരുന്നു. മധ്യസ്ഥ ചർച്ചയിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഏറ്റാണ് പിരിഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷിബിലയുടെ വീട്ടിലെത്തിയ യാസിർ സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. വൈകുന്നേരം ഞാൻ വരും, നമുക്ക് സലാം ചൊല്ലി പിരിയാമെന്ന് പറഞ്ഞാണ് യാസിർ മടങ്ങിയത്. പിന്നീട് രാത്രി 7 മണിയോടെ തിരിച്ചെത്തിയത് വെട്ടുകത്തിയുമായാണ്. തമ്പിച്ചേട്ടൻ 2 മുനീർ എന്ന് പറഞ്ഞ ആള് തിരിച്ചു വന്നില്ല. തിരിച്ചു വട്ടി 5 വർഷം സ്നേഹത്തിലായിരുന്നു. അവിടുന്ന് പോലെ രണ്ടാളും അവിടെ അറിയാതെ പോലെ ഒളിച്ചോടി പോയതാണ്. അന്നേരം ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് നമ്മളെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നിന്ന് 2 വർഷം നമ്മളെ വീട്ടിൽ നിന്ന് അന്നേരം ശേഷം നമ്മളൊരു വാടക വീട് എടുത്തിട്ട് കോട്ടേഴ്സ് എടുത്ത് പോലെ രണ്ടാളും അങ്ങോട്ട് താമസാക്കി. അന്നേരം ശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് അന്നേരം നമ്മൾ പ്രസവമൊക്കെ എടുത്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത് കുട്ടിയായി. ഞാൻ 6 മാസമായാലാണ് ഓല രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച്. അപ്പോൾ പോയി രണ്ടാളും പോവുകയും ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഓല് നമ്മളെ വീട്ടിലും വന്ന് നമ്മളോലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസം 1 മാസം മുന്നേ ഒരു രണ്ടാളും എന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉച്ചക്ക് 1:30-2 മണിയായപ്പോൾ ഞാൻ മോളെ എപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ വിളിച്ചപ്പോൾ ചോറ് എന്തോന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ